അവർക്കറിയാം. ഇന്ത്യ രാജ്യത്ത് പൗരത്വമില്ലാത്തവരായി, ഈ രാജ്യത്ത് അവകാശങ്ങളില്ലാത്തവരായി, വിഭവാധികാരങ്ങളിൽ പങ്കില്ലാത്തവരായി, ഇന്ത്യ രാജ്യത്ത് അധസ്ഥിതനെയും ദളിതനെയും ഈ രാജ്യത്ത് മൃഗങ്ങളായി പരിഗണിച്ചിരുന്നവരല്ലേ ഇവർ? എന്തെങ്കിലും അവകാശം കൊടുത്തിട്ടുണ്ടോ? 1932 രാജ്യത്ത് ആദ്യത്തെ വോട്ടവകാശം ദളിതന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്ത് അതിനെതിരെ കലാപം ചെയ്തവരാണ്. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെതിരെ, അതിനുശേഷം വന്ന കാക്കലേക്കർ കമ്മീഷനെതിരെ, മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്ന 10 വർഷക്കാലം ഈ രാജ്യത്ത് പൂർത്തിവെച്ച ഇന്ത്യയിലെ പ്രമുഖനായ വൃന്ദേശ്വരി പ്രസാദ് മണ്ഡലിന്റെ റിപ്പോർട്ട് രാജ്യത്തെ പട്ടികജാതിക്കാർക്ക് മാത്രമല്ല പിന്നോക്ക ജാതിക്കാർക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നതിനെതിരെ രാജ്യത്തിന്റെ കമണ്ടൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. അപ്പോൾ അവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞ് 100 വർഷമായി. ഇനി അടുത്ത വിജയദശമി ദിനത്തിൽ ഇന്ത്യയിൽ എല്ലാവരെയും തടവിലിട്ടുകൊണ്ട് രാജ്യത്തൊരു കസേര വലിച്ചിട്ടുകൊണ്ട് മനുസ്മൃതി രാജ്യമാക്കാം, ദേശീയ പതാകയുടെ സ്ഥാനത്ത് കാവിക്കൊടി ഉയർത്തിക്കൊണ്ട് അഹങ്കരിക്കാമെന്നാണെങ്കിൽ ഇല്ല, ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയാനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്.